ഞാൻ എവിടെയായിരുന്നു എന്നല്ലേ ചോദിക്കാൻ വരുന്നത്. ഇവിടെയൊക്കെ തന്നെയുണ്ട്. കുറച്ച് ദിവസം നാട്ടിൽ അമ്മയുടെ കൂടെയായിരുന്നു. സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ അമ്മ മാത്രമായിട്ട്. സാരി അമ്മയുടെ ആണോ എന്ന് ചോദിക്കേണ്ട, ആണ്. ഞാൻ ഇവിടെ ഇല്ലാതായപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്ത് എഴുതി നോക്കുകയാണ് എന്തെല്ലാം സംഭവങ്ങളാണ് കഴിഞ്ഞ 82 ദിവസം കൊണ്ട് ഈ നാട്ടിലുണ്ടായത്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ സൂക്കേട് തീർന്നു എന്നാണ് ആദ്യം എന്നോട് ചോദിച്ചൊരു വാക്ക്. എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെയുണ്ട്, ഒരു 9 വയസ്സുള്ളൊരു കുഞ്ഞു കൂടെയുണ്ട്. അവളത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത് എന്നു പറഞ്ഞാൽ ഞാൻ വാർത്ത കൊടുത്തു, ചാനലുകാരോട് വാർത്ത കൊടുത്തു എന്നും പറഞ്ഞ് നിങ്ങളുടെ വലിയ സൂക്കേട് തീരട്ടെ എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. നിങ്ങളൊക്കെ സൂക്കേട് നമുക്കറിയാം, കുറച്ചായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങളെടുത്ത നിലപാടുണ്ട്. നിങ്ങൾ വെറുതെ ആശാനക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. ഞാനായിട്ട് ഇതിൽ അഭിപ്രായം പറയുന്നില്ല. ന്യായീകരിച്ചോളൂ. അഭിലാഷ് പറഞ്ഞ ചോദ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തെറി വിളിക്കാൻ തുടങ്ങിക്കോളൂ. ഞാൻ ഇന്ന് കുറച്ച് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകും. VD സതീശന്റെ വഴിയെ സഞ്ചരിക്കുന്ന റിജിൽ മാക്കുറ്റിയെ കാണുമ്പോൾ സത്യത്തിൽ ചിരി വരിക. യു-ടേൺ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാൽ ഇമാതിരി ഒരു യു-ടേൺ ഇന്നേ വരെ കണ്ടിട്ടില്ല. എപ്പോഴും സംഘികൾക്കെതിരെ, സംഘപരിവാറിനെതിരെ, BJPക്കെതിരെ കൃത്യമായ നിലപാടുള്ള സംഘികൾക്കെതിരെ സമരം ചെയ്തു നടന്ന ആളായിരുന്നു ഈ റിജിൽ. കാളക്കുട്ടി അറുത്ത് ജയിലിൽ അറസ്റ്റ് പോയി വരിച്ചിട്ടുണ്ട്. IG ശ്രീജിത്തിനെതിരെ ഒരു കാലത്ത് നിരന്തരം പോസ്റ്റ് ഇട്ടിരുന്ന റിജിൽ ഭരണത്തിൽ വന്നപ്പോ ഇതേ ശ്രീജിത്തിനെ VD സതീശൻ DGP ആക്കിയപ്പോ തൊട്ട് റിജിൽ ഇപ്പൊ ന്യായീകരണ ഗാലറിയിൽ ഇരിക്കണ നമ്മൾ കാണുന്ന. റിജിൽ മാത്രമല്ല, സതീശൻ ഫാൻസായ എല്ലാ ലീഗുകാരും കോൺഗ്രസ്സുകാരും ഇപ്പൊ സതീശനെ ന്യായീകരിക്കുന്ന തിരക്കിൽ. അതിന്റെ ലിസ്റ്റാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ സംഘികളെയും കേന്ദ്ര സർക്കാരിനെയും ഇവർ ന്യായീകരിക്കുന്നുണ്ട്. ഭരണം കിട്ടി 80, 82, 83 ദിവസം കഴിയുമ്പോൾ എല്ലാ ദിവസവും ആദ്യ ദിവസത്തെ സത്യപ്രതിജ്ഞയ്ക്ക് വന്ദേമാതരം മുഴുവൻ ചൊല്ലിയത് മുതൽ സംഘി വഴിയെയാണ് ഇവർ സഞ്ചരിക്കുന്നത്. എന്താ അങ്ങനെ? രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും VD സതീശന്റെ കോൺഗ്രസും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇത് രണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന VD സതീശൻ സത്യത്തിൽ ഒരു ബന്ധവും നെഹ്റുവുമായി പൂലബന്ധം പോലുമില്ലെന്ന് ഇന്നത്തെ ദിവസം ഞാൻ പറയും. കാരണം വന്ദേ മാതരം തന്നെ നെഹ്റുവിന്റെ കാലത്താണ് വന്ദേ മാതരം മുഴുവൻ പാടേണ്ട ആവശ്യമില്ല, ആദ്യത്തെ വരിയൊക്കെ പാടിയാൽ മതി എന്ന് ഇവിടെ തീരുമാനിച്ച്. അത് നെഹ്റു ഒരു പൊട്ടനായതുകൊണ്ടൊന്നും അല്ല കേട്ടോ. നെഹ്റു അടിപൊളി ആളാണ്, ദൈവവിശ്വാസി അല്ല, എത്തീസ്റ്റ് ആയിരുന്നു. അപ്പൊ മതവിശ്വാസത്തിന്റെ പേരിൽ പോലുമല്ല വന്ദേ മാതരം മുഴുവൻ പാടേണ്ട എന്ന് നെഹ്റു തീരുമാനിച്ച്. എന്തായിരുന്നു കാരണം? മതേതരത്വം. അതിരിക്കട്ടെ, എന്താ ഈ വന്ദേ മാതരം? അതൊരു പാട്ടാണ്, സിമ്പിളായിട്ട് പറഞ്ഞ. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേ മാതരം 1875 നവംബർ 7 സാഹിത്യ പ്രസിദ്ധീകരണമായ ബംഗദർശനിൽ ആദ്യമായിട്ട് ഒരു പാട്ടായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് 1882 പ്രസിദ്ധീകരിച്ച തന്റെ തന്നെ നോവലായ ആനന്ദമഠം എന്ന കൃതിയിൽ ഈ ഗാനം ബങ്കിം ചന്ദ്ര ചാറ്റർജി ഉൾപ്പെടുത്തി. രവീന്ദ്രനാഥ ടാഗോർ സംഗീത സംവിധാനം. വന്ദേ മാതരം എന്നാൽ മാതൃരാജ്യത്തിന് ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഇപ്പൊ സംഘികൾ പറയുന്നത്. ഇപ്പൊ ചിലർ പറയുന്നു ബംഗാളി നോവലിസ്റ്റ് ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്തെഴുതിയ വിഗ്രഹ പൂജാഗാനമാണ് വന്ദേ മാതരം, അതാണ് ഞങ്ങൾ പാടാത്തത്, ആനന്ദമഠത്തിലാണ് വന്നത്. അങ്ങനെയല്ല, ആനന്ദമഠത്തിന് മുമ്പേ ഈ പാട്ട് ഇവിടെ ഉണ്ട്. അതിന് മുസ്ലിം വംശഹത്യയുമായി ഈ പാട്ടിന് ബന്ധമില്ല, ആ നോവലിന് ബന്ധം ഉണ്ടായിരിക്കും. 1906 ഓഗസ്റ്റിൽ വിപിൻ ചന്ദ്രപാൽ വന്ദേ മാതരം എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് ദിനപത്രം ആരംഭിച്ചു. പിന്നീട് വന്ദേ മാതരം ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യ സമരഗാനവും ചെറുത്തുനിൽപ്പുമായി ഇന്ത്യൻ ദേശീയതയുടെ മുദ്രാവാക്യം. 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ തന്നെ വന്ദേ മാതരം ആലപിച്ചു. പിന്നീട് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ഇത് ആലപിച്ചു. പിന്നീട് ജനഗണമനയും വന്ദേ മാതരവും ദേശീയ ചിഹ്നങ്ങളായി അംഗീകരിക്കുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഭിപ്രായ രൂപീകരണം. എന്നാൽ പിന്നീട് 6 ശ്ലോകങ്ങളിൽ ആദ്യത്തെ 2 ഒഴികെയുള്ളവ രാഷ്ട്രത്തെ ദുർഗ, ലക്ഷ്മി തുടങ്ങിയ ഹിന്ദു ദേവതകളുമായി ചിത്രീകരിച്ച് അത് ആശങ്ക ഉയർന്നായി ചില മുസ്ലിം നേതാക്കൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ അഭിപ്രായം പറയാൻ തുടങ്ങി. തുടർന്ന് 1937 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഗാനത്തിന്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ മാത്രമേ എന്ന് ഉപയോഗിക്കുമെന്ന് തീരുമാനിച്ചു. കാരണം ദേശീയ ചിഹ്നങ്ങൾ ഒരു പ്രത്യേക മതത്തിൻ്റെതാവരുത്. വന്ദേ ഭാരതിൽ ഹിന്ദു ദേവതകളെ ആരാധിക്കുന്നു, ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റു ജാതി മതസ്ഥരൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യത്തെ വരികൾ മാത്രം മതിയെന്ന് അങ്ങനെയാണ് തീരുമാനിച്ചത്. ബഹുസ്വരത ഉയർത്തിപ്പിടിക്കാനാണ് നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് തീരുമാനിച്ചത്. പിന്നെ എന്തിനാണ് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം വന്ദേ ഭാരതം മുഴുവൻ പാടണമെന്ന് സംഘികൾ എന്തിനാ വാശി പിടിക്കുന്നത്? അതിന്റെ കൂടെ എന്തിനാ കോൺഗ്രസ്സുകാരത് വാശി പിടിക്കുന്നത്? അപ്പൊ എന്താണ് വന്ദേ ഭാരതത്തിന്റെ പ്രശ്നം? സത്യത്തിൽ പ്രശ്നം ഇത്, സംഘികൾ നമ്മളോട് എന്തായാലും മുഴുവൻ പാടിയേ പറ്റൂ എന്ന് പറയുന്നതാണ്. അത് കോൺഗ്രസ് ഏറ്റുപാടുന്നതാണ് നമ്മളുടെ പ്രശ്നം.
ഇവിടെ മതേതരത്വമില്ല, ബഹുസ്വരതയില്ല, ഭരണഘടന ഉറപ്പു നൽകുന്ന ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അടിച്ചേൽപ്പിക്കലാണ് പ്രശ്നം. ചൊല്ലുന്നവർ ദേശീയവാദികൾ, മതേതരവാദികൾ, ചൊല്ലാത്തവർ മത തീവ്രവാദികൾ, രാജ്യവിരുദ്ധർ. ഈ നറേറ്റീവാണ് യഥാർത്ഥ പ്രശ്നം. ഒരു രാജ്യത്തിന്റെ പൊതുചിഹ്നം അതെല്ലാവർക്കും, എല്ലാ മതസ്ഥർക്കും, എല്ലാ മനുഷ്യർക്കും, മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും സ്വീകാര്യമായിരിക്കണം. അതാണ് ബഹുസ്വരത, അതാണ് നാനാത്വത്തിലെ ഏകത്വം. ഈ തത്വത്തിന് വിരുദ്ധമാണ് വന്ദേ മാതരം. അത് മുഴുവനായും അടിച്ചേൽപ്പിക്കുന്നത് എന്നതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമല്ല, മതേതര രാജ്യമാണ്. മറക്കരുത്, നെഹ്റുവോ രവീന്ദ്രനാഥ ടാഗോറോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദോ വന്ദേ മാതരം മുഴുവനായും ഒരു ജനതയുടെയും തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. മുഴുവൻ എല്ലാവരും പാടണമെന്ന് വാശി പിടിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി വന്ദേ മാതരം മുഴുവൻ പാടിയാലോ മുഴുവൻ പാടിയില്ലെങ്കിലോ ഒരു വ്യത്യാസമില്ല. അത് പാട്ടാണ് എനിക്ക്. എന്നാൽ സംഖ്യകൾ നിർബന്ധിച്ചത് ആളുകളെ പാടിക്കാൻ തുടങ്ങിയാൽ അത് പ്രശ്നമാണ്. നമ്മുടെ ഒരാളെങ്കിലും അത് പാടാൻ വയ്യ എന്ന് എന്തിന്റെ പേരിൽ പറഞ്ഞാലും അത് കേൾക്കണം, പരിഗണിക്കപ്പെടണം. അതാണ് ജനാധിപത്യം. സത്യത്തിൽ വന്ദേ മാതരം അക്കാലത്ത് ബംഗാളിലുണ്ടായ കർഷക സമരത്തിന്റെ പോരാട്ടം, ബ്രിട്ടീഷുകാർക്ക് എതിരായ ചെറുത്തുനിൽപ്പൊക്കെയാണ്. അതിലെ അമ്മ ഭംഗമാതയാണ്. എന്നാൽ പിന്നീട് ഈ ഭംഗമാതയെ അവർ ഭാരതാംബയാക്കി അതിന്റെ പടം വരച്ചു. അതിലുപരി ഈ ഗാനം ആനന്ദമഠം നോവൽ വന്നതോടെ ആശയക്കുഴപ്പം ഉണ്ടായി. കാരണം നോവലിൽ ബ്രിട്ടീഷുകാരോട് ഐക്യവും മുസ്ലിങ്ങളോട് വിരോധവുമുള്ളൊരു നോവലായിരുന്നു അത്. അങ്ങനെ വന്ന് വന്ദേ ഭാരതവും ആയുധമാവുകയാണ്, രാഷ്ട്രീയ ആയുധം. സംഖ്യകൾക്ക് അത് മുഴുവൻ പാടിയേ നിങ്ങൾ പറ്റൂ എന്ന് അവർ വാശി പിടിക്കുക. കൂട്ടത്തിൽ ഇപ്പൊ കോൺഗ്രസും വാശി പിടിക്കുക. അത് കേട്ട പാതി കേൾക്കാത്ത പാതി. VD സതീശൻ സർക്കാർ അത് നിർബന്ധിക്കാൻ തയ്യാറാവുക. നമ്മളെ മുസ്ലിം ലീഗ് വരെ നടന്ന് വന്ദേ ഭാരതത്തെ ന്യായീകരിക്കുന്നു. സതീശൻ സർക്കാരിന്റെ നടപടിയെ ന്യായീകരിക്കുന്ന മുസ്ലിം ലീഗ്. എൻ്റെ ചോദ്യം ഇതാണ്, എന്തരുടെ ഭരണത്തിൽ വന്ന് 19 ദിവസമാകുമ്പോഴേക്കും തൊടുന്നതെല്ലാം സംഗീതരങ്ങളായി പോകുന്നത്? എന്തടേ ഇങ്ങനെ എന്താ നിങ്ങളുടെ ശരിക്കും കുഴപ്പം? എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തിനാണ് ഇവിടെ വന്ദേ ഭാരതം മുഴുവൻ പാടുന്നത്? എന്തിനാണ് ഇവിടെ PM ശ്രീ? എന്തിനാണ് സ്കൂൾ ക്യൂസിൽ, കുട്ടികൾക്കുള്ള സ്കൂൾ ക്യൂസിൽ സവർക്കറെ വീര സ്വാതന്ത്ര്യ സമര സേനാനിയാക്കുന്നത്? എന്തിനാ സംഖ്യകളെ പ്ലീഡർമാരായിട്ട് സർവകലാശാല സെനറ്റുകളിലൊക്കെ ഈ സംഖ്യകളെ നിയമിക്കുന്ന? എന്തിനാ സുഗതനെ, BJP-കാരൻ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചത്? എങ്ങനെയാ RSSകാർ പല നിയമനങ്ങളും നേടിയെടുക്കുന്നത് കോൺഗ്രസ്സുകാരുടെ? CJP സമരക്കാർക്കെതിരെ നടപടിയെടുത്ത BJP ഭരിക്കാത്ത ഏക സംസ്ഥാനമായി, നോട്ടീസ് കിട്ടിയ സംസ്ഥാനമായി എങ്ങനെയാ കേരളം മാറിയത്? ശബരിമല പ്രതിയുടെ വക്കീലിനെ എന്തിനാ ദേവസ്വത്തിന്റെ വക്കീലാക്കിയത്? VC-മാർക്ക് RSS പരിപാടിയിൽ VC-മാരൊക്കെ കൂടെ പോയിട്ട് എന്തോ ഒരു നടപടിയില്ലാത്ത G മോഹൻദാസിനെ, എന്ത് മോഹൻദാസാ? G അല്ലേ? എന്തൊരു മോഹൻദാസ് ഉണ്ടല്ലോ, വർഗീയവാദി. എന്താ ചോദ്യം ചെയ്യാത്ത? TG മോഹൻദാസിനെ എന്താ ചോദ്യം ചെയ്യാത്ത? MG സർവകലാശാല VC എങ്ങനെയാ പുള്ളിയെ നിയമിച്ചത്? എന്തിനാ സത്യപ്രതിജ്ഞ മുതൽ നമ്മൾ വന്ദേ ഭാരതം മുഴുവൻ ചൊല്ലി തൊണ്ടയിലെ വെള്ളം വറ്റിക്കുന്നത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ PM ശ്രീ കടലിലെറിയുകയും ഇടത് ഹിന്ദുത്വ എന്ന് നേരത്തെ പറഞ്ഞ പോലെ നാഴികയ്ക്ക് 40 വട്ടം പറയുകയും ഉറക്കത്തിൽ പോലും എഴുന്നേറ്റിരുന്ന് പറഞ്ഞിരുന്ന മുസ്ലിം ലീഗ് ഇപ്പൊ എവിടെയാ? അവർ ഈ മന്ത്രിസഭയിൽ ഇല്ലേ? ഇവർക്കൊന്നും ഇതിലൊരു പ്രശ്നമില്ലേ? അല്ലെങ്കിൽ അഭിപ്രായമില്ലേ? ഇവര് ഇതൊക്കെ അനുവദിച്ചിട്ടാണോ ഈ നിയമങ്ങളൊക്കെ വരുന്നത്? മുസ്ലിം ലീഗ് ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടോ? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാന്നാ നിങ്ങൾ വിചാരിക്കണേ? സവർക്കർ അത്രേ ഉത്തരം. VD സവർക്കർ എന്നാണ് ഉത്തരം. നോക്കൂ, കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ ഇത്തരം തെറ്റിദ്ധാരണയുടെ വിഷം സംഖ്യ വിത്തുപാകുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗും ചെയ്യുന്നത്. എന്തിനാ സവർക്കർ ഇവർ വെളുപ്പിച്ച് ധീരനാക്കുന്നത്? എന്തിനാ? ശരിക്കും ചോദ്യം, ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും അധികം തവണ മാപ്പ് എഴുതി നൽകിയത് ആരാണ്? ആ ചോദ്യമല്ലേ അവിടെ ചോദിക്കട്ടെ ക്യൂസിൽ. അതിനു പകരം ദേശാഭിമാനിയൊക്കെ ആക്കുന്നത് എന്തിനാണ് സവർക്കറെ? ശരിക്കും ഈ സർക്കാരിന് എന്താണ് പറ്റിയത്? ഇനി ആളുകൾ പറയുന്നത് പോലെ ഇവരൊക്കെ ശരിക്കും സംഖ്യകൾ തന്നെയാണോ? അതോ അതൊക്കെ പോട്ടെ, നമ്മുടെ ഫിഷറീസ് മന്ത്രി ആരാ? പുള്ളി എന്താ ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പോവുകയോ വാർത്താ സമ്മേളനം നടത്തുകയോ ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള വിഷയമായ മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ ആധികാരികമായി അഭിപ്രായം പറയുകയോ ചെയ്യാത്ത എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ ഈ സർക്കാരിൽ.